ഇന്ന് ഭാരതം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോവുക. പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭ അനുഭവിക്കുന്ന പീഡകൾ, വേദനകൾ നമുക്ക് മറക്കാൻ കഴിയാത്തവയാണ്. കഴിഞ്ഞ ദിവസം 2 സിസ്റ്റർമാർ മതപരിവർത്തനത്തിൻ്റെയും പിന്നീട് മനുഷ്യക്കടത്തുന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവർ ജയിലിൽ ഇപ്പോൾ ആയിരിക്കുകയും ചെയ്യുകയാണ്. സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെയധികം വേദനിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടും ക്രിസ്തുവിന് വേണ്ടി ഈ 2 കന്യാസ്ത്രീമാരും, പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും, മനുഷ്യക്കടത്തെന്നും മതപരിവർത്തനമെന്നുമൊക്കെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും കൂകി വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാൻ, ക്രിസ്തുവിനെ പ്രതി പീഡകൾ ഏൽക്കുവാൻ തയ്യാറാവുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും മതപരിവർത്തനത്തിൻ്റെ പേരിൽ കത്തോലിക്ക സഭയ്ക്ക് ആളെ കൂട്ടുവാനായിട്ടൊന്നും സാധിച്ചിട്ടൊന്നുമില്ല. ഓരോ വർഷം കഴിയും തോറും മതപരിവർത്തനം നടത്തുന്നു എങ്കിൽ ഒത്തിരിയേറെ എണ്ണം ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയുള്ള വർധനയൊന്നും കത്തോലിക്ക സഭയ്ക്കുണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് ഭാരതത്തിൽ. എങ്കിലും ഈ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ കരുതിക്കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തപ്പെടുക. എന്താണ് കത്തോലിക്ക സഭ ചെയ്യുക? ഇന്നത്തെ സുവിശേഷം വ്യക്തമാക്കുന്നു. സ്വർഗരാജ്യം കടലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം. അതിലെല്ലാതരം മത്സ്യങ്ങളും അതിൽ ചേക്കേറുകയാണ്. ആ യുഗാന്ത്യത്തിൽ നല്ലതിനെയും മോശപ്പെട്ടതിനെയും വേർതിരിക്കുന്നു. നല്ലത് സ്വർഗത്തിലേക്കും ചീത്തയായിട്ടുള്ളതിനെ വലിച്ചെറിയപ്പെടുകയും ചെയ്യുക. കത്തോലിക്ക സഭ ചെയ്യുന്നതും അത് തന്നെയാണ്. അത് സ്വർഗരാജ്യത്തിൻ്റെ വല വിരിക്കുകയാണ്. അത് നല്ലതിനെയും ചീത്തയായതുമൊക്കെ അതിൽ കടന്നു വരികയാണ്. ചീത്തയായതിനെ നേരിൻ്റെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ത്യാഗമാണ് ഈ സമർപ്പിതര് ചെയ്യുക. അല്ലാതെ കത്തോലിക്ക സഭയ്ക്ക് ആളെ കൂട്ടുവാനും മതപരിവർത്തനം നടത്തി ആൾക്കാരുടെ എണ്ണം കൂട്ടിക്കാണിക്കാനും ഉള്ള പരിശ്രമമല്ല. എന്തായാലും നമുക്ക് അഭിമാനിക്കാം, ഒരു കാലഘട്ടത്തിൽ റോം ക്രിസ്തുവിനെ പ്രതി ജീവിച്ചവരെ നശിപ്പിച്ച റോമിൽ തന്നെ അവസാനം ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് മാറ്റപ്പെട്ട അവസ്ഥയാണ്. അതുപോലെ തീർച്ചയായിട്ടും അവഗണിക്കുകയും പരിഹസിക്കുകയും ചവിട്ടി പുറത്താക്കുകയും ചെയ്യപ്പെടുന്നിടത്ത് ക്രിസ്തു വളർന്നിട്ടേയുള്ളൂ, അത് തകർന്നിട്ടില്ല. അതിനാൽ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ജെസ്യൂട്ട് ഫാദർ പാർക്കിൻസൺ രോഗത്തിന് അടിമയായിരുന്നപ്പോൾ ആഹാരം കഴിക്കാൻ ഒരു സ്പൂൺ പോലും, വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു ഭാരതമാണ് നമ്മളന്ന് കണ്ടത്. അവസാനം ആഹാരം കഴിക്കാതെയും അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. വിദേശ മിസ്ത്രിമാർ കൊല്ലപ്പെടുകയാണ്, കത്തിച്ചാരമായിട്ട് മാറി. തീർച്ചയായിട്ടും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഈ വ്യക്തികൾ അനുഭവിക്കുന്ന പീഡകളെ ഓർത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പരിഹസിക്കപ്പെടുകയും മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് ക്രിസ്തുവിനെ സാക്ഷികളായി. അങ്ങനെ ജീവിച്ച ഒരു കന്യാസ്ത്രീ നമുക്കുണ്ടായിരുന്നു, വിശുദ്ധ മദർ തെരേസ. തീർച്ചയായിട്ടും ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ ഇത് തന്നെയാണ് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളത്.
പ്രാർത്ഥിക്കാം. ഈ സിസ്റ്റർമാർ രണ്ടുപേർക്ക് വേണ്ടി ഇന്ന് പീഡനങ്ങൾ ഏൽക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലിയിൽ നമുക്ക് ഭക്തിയോടുകൂടെ പങ്കുചേരാം.